ഹലോ, ഇന്ന് നമുക്ക് എൻ്റെ ഉമ്മ വെച്ചൊരു ഒട്ടക്ക ബിരിയാണി കണ്ടാലോ. അതിനാവശ്യമായ ഗരം മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ജീരകം, വലിയ ജീരകം, ഏലക്കായ, ഗരം മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബിരിയാണി ചോറ് വെക്കാനുള്ളതിലേക്ക് ലേശം ഡാൽഡ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കായ, ബേ ലീഫ്, കറാമ്പട്ട അതൊക്കെ ഒന്ന് ആഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി, ഒരു ചെറിയൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് വാട്ടിയെടുക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് തിളക്കാൻ വെക്കട്ടോ. ഇനി നമുക്ക് മസാലക്കുള്ള ഉള്ളിയാണ് ഇട്ടത്. ഇതൊരു 3 ഉള്ളിയുണ്ട്. അതൊക്കെ ഒരു കുക്കർ എടുത്തിട്ട് അതിലാട്ടോ അതൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഉരലിട്ടിട്ടാട്ടോ നന്നാക്കി ചതച്ചെടുത്തിട്ട് ഉള്ളത്. നല്ല ടേസ്റ്റാട്ടോ ഉരലിലിട്ട് ചതച്ചതുകൊണ്ട്. ഇതൊക്കെ കൂടി ഒരു വെളിച്ചെണ്ണ ആഡാക്കിയിട്ട് അതിലാണ് അത് വാട്ടിയെടുത്തിട്ടുള്ളത്. ലേശം വെളിച്ചെണ്ണ എടുത്തിട്ട് അത് വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് അത് വാടിയതിന് ശേഷം തക്കാളി ആഡാക്കിയിട്ടുണ്ട്. തക്കാളി ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഗരം മസാലകൾ ഇട്ടെടുത്ത് എടുത്ത് വെച്ചിരുന്ന ഗരം മസാല, കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനേൻ്റെ ഇല ഇതൊക്കെ ഇട്ടെടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ആ കുക്കറൊന്ന് കുറച്ച് തൈരും ആഡാക്കിയതിന് ശേഷം ഉപ്പ്, തൈര് ആഡാക്കിയതിന് ശേഷം ആ കുക്കറൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നന്നാക്കി ഒന്ന് വാടി വരും. നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കേട്ടോ പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും ആഡാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും ആഡാക്കി കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ വെള്ളം തന്നെ മതിയാവും, വേറെ വെള്ളമൊന്നും ഇതാക്കണ്ട. എന്നാൽ തന്നെ അതിൽ മസാലയിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ആ വെള്ളം തിളച്ചതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമുള്ള അരി ആഡാക്കി കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ആഡാക്കണം കേട്ടോ. വെള്ളം വെച്ചപ്പോൾ തന്നെ ഉപ്പൊക്കെ ആഡാക്കിയിട്ടുണ്ട്. ഏകദേശമൊക്കെ ചോറ് സെറ്റായി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിന് മുന്നേ നമ്മളിവിടെ ഒട്ടകയിറച്ചി എന്താ കാട്ടിയിരുന്നെന്നറിയോ, കുക്കറിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വിസിലടുപ്പിച്ചിരുന്നു കേട്ടോ. ഇനി ആ ഉള്ളിയും തക്കാളിയൊക്കെ കുക്കറത്ത് അത് ഇതിന് വീഡിയോ കട്ടായി പോയിക്കണ്. അത് ഇതേമാതിരി ചെമ്പിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി അതിലേക്ക് ആഡാക്കി കൊടുക്കുക കേട്ടോ. അതൊക്കെ ആഡാക്കി കൊടുത്ത് എരിവും പുളിയൊക്കെ ഒന്ന് കറക്റ്റാണ് നോക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി അരി അതിലേക്ക് ആഡാക്കി കൊടുക്കുക. ആദ്യം കുറച്ച് ആഡാക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, വീണ്ടും ചോറ് ഇട്ട് കൊടുക്കുക, നെയ്യ് ആഡാക്കുക. അങ്ങനെ ഓരോരോ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ദമ്മിടാൻ വെക്കണം കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും ദമ്മിടാൻ വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം.